ഇന്ന് എനിക്ക് തോന്നുന്നു കാർത്തിക്കിന്റെ പോർഷനിലേക്ക് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസ് ആദ്യം ചോദിക്കാം അല്ലെ. ഐഡന്റിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഐഡന്റിറ്റീസ് എഴുതിയതൊക്കെ എടുത്തേ വേഗാവട്ടെ. ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതി വെച്ച ഐഡന്റിറ്റീസ് ഒക്കെ വേഗം എടുക്കുക. ഓക്കെ, എടുത്താ? ഒരു തവണ ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, വേഗം വായിച്ചു നോക്ക്. ഐഡന്റിറ്റീസ് വേഗം ഒന്ന് ഒരു തവണ വായിക്കാം. യെസ്, വായിച്ച് പറഞ്ഞു നോക്കി എന്നുള്ളവർ അതൊരു തവണ ഒന്ന് കാണാതെ എഴുതി നോക്കിക്കേ. വായിച്ചു പഠിച്ചു കഴിഞ്ഞു എന്നുള്ളവർ വേഗം ഒന്ന് കാണാതെ എഴുതി നോക്കുക കേട്ടാ. ആരോമല്ലേ കുട്ടാ, വേഗം ആവട്ടെ. പേജൊക്കെ മറിച്ച് എന്നെത്താനാണ് ഐഡന്റിറ്റീസിലേക്കൊക്കെ. ടു ദ ഹോൾ സ്ക്വയർ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ അല്ലെ, ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ അതിന്റെ ബേസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടി പറയാണ്, കാരണം ഇത് എത്ര കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം വരുന്ന കാര്യമാണ്. a പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ, a പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റിലാണ് ഓൾറെഡി കിടക്കുന്നത്? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? ആണല്ലോ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? a പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ. അപ്പൊ എയുടെ പൊസിഷനില് a തന്നെയാണ്, ബിയുടെ പൊസിഷനില് ആരാണ്? 2 അല്ലേ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? സാറേ അടുത്ത അൺമ്യൂട്ട് ചെയ്തോ. ഫാത്തിമ ജന്നത്ത് തന്നെ പറയടാ. a പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ നമുക്ക് ഇക്വേഷൻ വെച്ച് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? പ്ലസ് 2 സ്ക്വയർ ഐഡന്റിറ്റി പറഞ്ഞേ, ഐഡന്റിറ്റി പറ, ഐഡന്റിറ്റി പറ ആദ്യം. ആണല്ലോ. അപ്പൊ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ പൊസിഷനിൽ ആരാണ്? a തന്നെയാണ് അല്ലെ. ബിയുടെ പൊസിഷനിൽ ആരാണ്? 2 ആണ്. ഓക്കെ ആണോ? അപ്പൊ 2 ഇൻറ്റു a ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. കിട്ടിയാ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4 ആണ്. 4a പ്ലസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4a പ്ലസ് 4 എന്ന് കിട്ടി. അതായത് a പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? a സ്ക്വയർ പ്ലസ് 4a പ്ലസ് 4 എന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, കിട്ടി എല്ലാവർക്കും? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തു മാത്രം. സോ a പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇനി x മൈനസ് 8 ദ ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഏത് ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്? യെസ്, പാർവതി ഒന്ന് പറഞ്ഞു നോക്കിയടാ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? എന്താണത്? ഞാൻ എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണെന്ന് ഓർത്ത്. ഓക്കെ സാറേ, എനിക്ക് വയ്യത് കേൾക്കാനായിട്ട്. എടാ അതെന്താണത്? അതെ, ഹെഡ്സെറ്റ് ഒന്ന് വെച്ചിരിക്കട്ടാ. എല്ലാവരും ഞെട്ടി, എല്ലാവരും ഉറങ്ങിയവരൊക്കെ എണീറ്റിട്ടുണ്ട് എന്തായാലും. അതെ, ആഷ്ന അൺമ്യൂട്ട് ചെയ്തോ? ആഷ്ന രക്ഷയില്ല. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എയുടെ പൊസിഷനിൽ ആരാണ്? എയുടെ പൊസിഷനിൽ എക്സ് ആണ്, ബിയുടെ പൊസിഷനിൽ 8 ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു, ചീത്ത പറയാൻ പോയപ്പോ നെറ്റും പോയതോളൂ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 8 16 ആണ്, 16x പ്ലസ് 64 എന്ന് എഴുതാം. ക്ലിയർ ആണോ? കിട്ടിയ എല്ലാവർക്കും?
ഓക്കെ ആണല്ലോ സിദ്ധ? കിട്ടുന്നുണ്ടല്ലോ? യെസ്, ഓക്കെ. ദെൻ ലാസ്റ്റ് a square minus 16. a square minus 16 ഏത് ഫോർമാറ്റിലാണ് മറിയം? a square minus 16 എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ്? അത് a plus b into a minus b. Yes, a square minus b square എന്ന് പറയുന്നതാണ് എനിക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് a plus b into a minus b ആണ് അല്ലെ. അപ്പോ ഇവിടെ എയുടെ പൊസിഷനിൽ a സ്ക്വയർ ആണ്, a സ്ക്വയർ മൈനസ് 16 തന്നിരിക്കുന്നത്. അതായത് എയുടെ പൊസിഷനിൽ a തന്നെയാണ്, അതേപോലെ തന്നെ ബിയുടെ പൊസിഷനിൽ ആരാണ്? 4 സ്ക്വയർ അല്ലേ 16 എന്ന് പറഞ്ഞാല്? ശരിയല്ലേ? 4 സ്ക്വയർ അല്ലേ 16? അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 4 അല്ലേടാ വരുന്നത്? ബി ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് 16 എന്നുള്ളത് a സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് എഴുതി വെക്കാം നിങ്ങൾ ആദ്യം തന്നെ. അപ്പൊ നമുക്ക് മനസ്സിലായി a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? യെസ്, a പ്ലസ് 4 ഇൻറ്റു a മൈനസ് 4 യൂസ് ചെയ്യാം. ഈ ഒരു കാര്യം അല്ലെ, ഇത് നമ്മൾ തിരിച്ചാണ് പഠിച്ചത്, ഫാക്ടറൈസ് ചെയ്യാനാണ് പഠിച്ചത്. എങ്കിലും ഈ ഒരു കാര്യത്തിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പക്കയായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഉഷാറല്ലേ എല്ലാവരും? അപ്പൊ ഈ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് തകർക്കാൻ പോണത്. അപ്പൊ സാറ് ഞാൻ ഇന്ന് ഇവരെ ഗേൾസും ബോയ്സും ടീമായിട്ട് തിരിക്കുകയാണ്. നോക്കട്ടെ എത്ര പേര് ഇവിടെ ഉണ്ടാകും അല്ലെ, എത്ര പേര് പുറത്തേക്ക് പോകുന്നൊക്കെ അറിയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗേൾസ് വേഴ്സസ് ബോയ്സ് ആണ്. നോക്കട്ടെ, ഞാൻ ചോദിക്കുന്ന ആൻസേഴ്സിന് എനിക്ക് അല്ലെ ആൻസർ കിട്ടോ എന്നുള്ളത്, ക്വസ്റ്റ്യൻസിന് എനിക്ക് കിട്ടോ എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം? ബോയ്സ് ഫസ്റ്റ് ആണോ? അല്ല, ലേഡീസ് ഫസ്റ്റ് ആണ് എപ്പോഴും. ഒരു ചേഞ്ച് നമുക്ക് ബോയ്സ് ഫസ്റ്റ് എടുത്താലോ സാറേ? യെസ്, അപ്പൊ ബോയ്സ് ഫസ്റ്റ് എടുക്കാം. ജോർജ് കുട്ടാ, 49x². സാർ നോക്കിക്കൊള്ളോട്ടെ പോയിന്റ്, എന്റെ കയ്യില് പോയിന്റ് ഇല്ല. 49x² minus 36. 49x² minus 36. ഇതിപ്പോ ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? 49x² minus 36 a² minus b² ആണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. a² minus b² ഫോർമാറ്റ് ആണ്. അപ്പൊ 49x² minus 36 എന്നുള്ളതിനാ a² minus b² ഫോർമാറ്റിൽ എനിക്ക് എങ്ങനെ കൂടി എഴുതാം ഇതിനാ? 49 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 49 ആരുടെ സ്ക്വയർ ആണ് മക്കളെ? കളഞ്ഞു മക്കളെ. അവന്റെ നെഞ്ചി കെട്ട അടിക്കുന്നത് ഞാൻ ഇവിടെ അറിയുന്നു. ഇരിപ്പ് നോക്കി. എടാ ഞാനൊന്നും ചെയ്യൂല, നീ പേടിക്കണ്ട. 49 ആരുടെ സ്ക്വയർ ആണ്? 7. അത്രേ ഉള്ളൂ. അവന് ഇങ്ങനെ ടെൻഷനായിട്ട് നിങ്ങളിലേക്ക് ഇരിക്കണ്. ഷൂ, ഇത്രയും ഉണ്ടായ. സോ 7ന്റെ സ്ക്വയർ ആണ് 49 അല്ലെ? എക്സിന്റെ സ്ക്വയർ ആണ് x². സംശയമില്ലല്ല. അങ്ങനെയാണെങ്കിൽ 36 ആരുടെ സ്ക്വയർ ആണ്? 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനാ 7x the whole square minus 6² എന്നതിൽ തെറ്റില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ സാറേ ബോയ്സിന്റെ ഭാഗം ക്ലിയർ ആയിട്ടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബോയ്സിന് എത്ര പോയിന്റ്? 1 പോയിന്റ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ പറയാൻ പോണ സിദ്ധയാണ്. നമുക്ക് നോക്കാം. 7x the whole square minus 6 the whole square ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ്? a² minus b² ആണ്. a² minus b² വന്നാൽ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 2x³ into 8x² minus 72x ആണ്. എന്താ പറയണത്? ആൻസർ ഏതിന്റെ ആൻസർ? നാലാമത്തെ. ഞാൻ നാലാമത്തെ ചോദിച്ചില്ലല്ലോ, ഞാൻ മൂന്നാമത്തെ ചോദിച്ചുള്ളൂ. വർത്താനാണോടാ മെയിൻ ആയിട്ടല്ലേ? പറയ്. 7x the whole square minus 6 the whole square എങ്ങനെ എഴുതാൻ പറ്റും? രക്ഷയില്ല സാറേ, പോയി. വർത്താനം പറഞ്ഞൊരു കാര്യം ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊരു 100 times ഇമ്പോസിഷൻ കൊടുക്കുക, അതായിരിക്കും നല്ലത് അല്ലേ? എന്ത് വേണപ്പോ? a² minus b² ഫോർമാറ്റിലാണ് കിടക്കുന്നത് അല്ലെ? a² minus b² എന്ന് പറഞ്ഞാൽ നമുക്ക് a plus b into
a മൈനസ് ബി എന്ന് എഴുതാം. അപ്പൊ സാറേ ഗേൾസിന് പോയിന്റ് ഇല്ല, അടുത്ത ക്വസ്റ്റ്യൻ ബോയ്സിനോട് തന്നെ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് തന്നെ നമുക്ക് എഴുതാം. സോ ഇവിടെ എയുടെ പൊസിഷനിൽ ആരാണ്, ബിയുടെ പൊസിഷനിൽ ആരാണ്? നമുക്കറിയാം എയുടെ പൊസിഷനിൽ 7x ആണ്, ബിയുടെ പൊസിഷനിൽ 6 ആണ്. സോ 7x പ്ലസ് 6 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം, 7x മൈനസ് 6 എന്ന് എഴുതാം. ഇതല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം, ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യല, അതിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റുവാണ്. അപ്പൊ അത് ഫാക്ടേഴ്സ് ആക്കി മാറ്റാനായിട്ട് 7x പ്ലസ് 6 ഇൻറ്റു 7x മൈനസ് 6 എന്ന് എഴുതാം. ക്ലിയർ ആണോ? കിട്ടിയ എല്ലാവർക്കും ഈ ചെയ്ത കാര്യം ഓക്കെ ആണോ? ഓക്കെ ആണല്ല, സെറ്റ് ആണല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 16x raised to 5 minus 144x cube എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. 16x raised to 5 16x raised to 5 minus 144x cube എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, എന്തായാലും എന്ത് പരിപാടി ഇവിടെ നടക്കൂല. എന്ത് പരിപാടി ഇവിടെ നടക്കൂല? നമുക്ക് സ്ക്വയർ, ജസ്റ്റ് ഡയറക്റ്റ് സ്ക്വയർ എടുക്കുന്ന പരിപാടി ഇവിടെ നടക്കുവോ? നടക്കൂല അല്ലെ. 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണെന്നും 144 എന്ന് പറഞ്ഞാൽ 12ന്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു പരിപാടി പോസിബിൾ ആവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തതിന് കാരണം, എക്സിന്റെ ഇവിടത്തെ പവർ 5ഉം ഇവിടത്തെ പവർ 3ഉം അല്ലേ അല്ലേ. അപ്പൊ നമുക്ക് അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞതിനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അടുത്തൊരു പരിപാടിയിലേക്ക് കടക്കുവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാണ്ട് എല്ലാവരും, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 16x raised to 5 minus 144x cube ആണ്. ഇതില് ഒരാള് കോമൺ ആണ്. ആരാണ് കോമൺ ആയിട്ടുള്ളത്? ആന്റോണിയോ. ബോയ്സിന് വേണ്ടിയത് ആന്റോണിയോ, ആന്റോണിയുടെ മാക്സിമം അല്ലെ. ആരായിരിക്കും ഇവിടെ കോമൺ ആയിട്ടുള്ളത്? 16x raised to 5ലും ഉണ്ട്, 144x raised to 3ലും ഉണ്ട്. 2 ഉണ്ട്, സമ്മതിച്ചു. 2 ഉണ്ട്, ഇല്ലായൊന്നുമില്ല. എക്സ് ഉണ്ട്, പിന്നെ 2 ഉണ്ട്, എക്സ് ഉണ്ട്, 1 ഉണ്ട്, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷെ കോമൺ ആയിട്ട് ഒരാളെ പുറത്തേക്ക് എടുക്കാം, അത് ആരായിരിക്കും? രക്ഷയില്ല. അവൻ എന്നാലും മാക്സിമം ശ്രമിച്ചു അല്ലെ സാറേ. ശ്രമിക്കായികയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വേറൊരാളും കൂടി ചോദിച്ചിട്ട് അല്ലെ, ഞാൻ ആ പോയിന്റ് ഞാൻ എനിക്ക് എടുക്കാൻ പോവാണ്. ഹയ, രക്ഷയുണ്ടാ? ഇതിന് കോമൺ ആയിട്ട് ആരെങ്കിലും പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? 2x 1 ഇത് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ആ പോയിന്റ് ഞാൻ തന്നെ എടുക്കുവാണ് അല്ലെ. 16x raised to 5 minus 144x cube ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, രണ്ടിലും എക്സിന്റെ ടേംസ് വന്നിട്ടുണ്ട്, ശരിയല്ലേ? എക്സിന്റെ ടേംസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ x raised to 5ഉം ഉണ്ട്, x raised to 3ഉം ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? x raised to 5 ഉണ്ട്, x raised to 3 ഉണ്ടെങ്കിൽ x raised to 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ x raised to 3 plus 2 ആണെന്ന് അല്ലെ. അല്ലെങ്കിൽ x raised to 3 into x raised to 2നെയാണ് x raised to 5 എന്ന് പറയുന്ന അറിയാലോ അല്ലെ. അപ്പൊ വേണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോട്ടാ, ഇതൊരൊറ്റ തവണ ഞാൻ പറയുള്ളൂ. x raised to 5ഉം ഉണ്ട്, x raised to 3ഉം ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്ക്. x raised to 5 എന്ന് പറഞ്ഞാൽ x into x into x into x into x ആണോ? 5x അല്ലേ? 5 times x വരുന്നാൽ x raised to 5 ഓക്കെ ആണ്. ഇനി x raised to 3 എന്ന് പറഞ്ഞാൽ 3 times x വരുന്നതല്ലേ ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ രണ്ടിലും എത്ര x കോമൺ ആയിട്ടുണ്ട്? എത്ര x കോമൺ ആയിട്ടുണ്ട്? 3x കോമൺ ആയിട്ടുണ്ട്, ശരിയല്ലേ? 3x കോമൺ ആയിട്ടുണ്ട്. അതായത് ഇവിടെയും x raised to 3 ഉണ്ട്, ഇവിടെയും x raised to 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടത്തെ x raised to 3 അങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കി അവിടെ എത്ര x ആണുള്ളത്? ബാക്കി എത്ര x ആണുള്ളത്? 2x ആണ്. അപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതും, 16 into x cube into x raised to 2 എന്ന് എഴുതും. കുഴപ്പമില്ലല്ലോ.
ഇവിടെ ആണെങ്കിൽ 144 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് എഴുതും. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ ആര് കോമൺ ആയി? ഇപ്പൊ എക്സ് ക്യൂബ് കോമൺ ആയി. ഈ പറഞ്ഞ കാര്യം മനസ്സിലായ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. x⁵5 എന്ന് പറഞ്ഞാൽ 5 ടൈംസ് എക്സ് വരും. x⁵3 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് എക്സ് വരും. അപ്പൊ നമുക്ക് അതിനകത്ത് കോമൺ ആയിട്ടുള്ള ആളാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് x⁵3 ആണ്. ഇനി ഇതേപോലെ തന്നെ അവിടെ നമ്പേഴ്സും ഉണ്ട്, ശരിയല്ലേ? 16 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്, 144 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്ന് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഫാക്ടറൈസേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഫാക്ടറൈസേഷൻ ഉണ്ടാ? ഇല്ല, ഉറപ്പല്ലേ? ഫാക്ടറൈസേഷൻ എല്ലാവർക്കും അറിയാം. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും എക്സ്പോണൻസിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫാക്ടറൈസേഷൻ. അപ്പൊ 16ൽ പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 2 ആണ്. 2 വെച്ച് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 16 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്, അല്ലെ? ഇതേപോലെ 144 ചെയ്ത് നോക്കാം. 2 14ല് 7 ടൈംസ്, 4ല് 2 ടൈംസ്, വീണ്ടും 2, അല്ലെ? ദാറ്റ് ഇസ് 3 ടൈംസ് 6 ടൈംസ്, വീണ്ടും 2 18 ടൈംസ്, വീണ്ടും 2, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൂലേ? പോയിക്കൊണ്ടിരിക്കോ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം എവിഡന്റ് ആണ്. എന്ത് കോമൺ ആണ്? 16 എന്ന് പറയുന്ന നമ്പർ എടുത്താലും 144 എന്ന് പറയുന്ന നമ്പർ എടുത്താലും ആരൊക്കെയോ കോമൺ ആണ്. ആരാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്? ആരാണ് കോമൺ ആയിട്ടുള്ളത്? യെസ്, മിടുക്കന്മാര്. ആരാണ് കോമൺ ആയിട്ടുള്ളത്? 16 കോമൺ ആണ്, അല്ലെ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, 2 ഇൻറ്റു 2 ഇൻറ്റു 2. ശരിയല്ലേ പറഞ്ഞത്? അല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ എഴുതി നോക്കിക്കോ. 16 ഇൻറ്റു x⁵5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിന്? 16 ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. അറ്റ് ദ സെയിം ടൈം 144 x⁵3 ആണെങ്കിൽ 144 x⁵3 നമുക്ക് എങ്ങനെ എഴുതാം? 16 ഇൻറ്റു 9 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ ആണല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യം? ഇതില് കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ? അറിയില്ലേ പ്രാർത്ഥന? ഈ തന്നിരിക്കുന്ന 2 ടേംസിലെ കോമൺ ഫാക്ടർ ആരാണ്? ഒന്ന് പറഞ്ഞേ. തന്നിരിക്കുന്ന 2 ടേംസിലെയും കോമൺ ഫാക്ടർ ആരാണ്? 16 കോമൺ ഫാക്ടർ ആണ്. പിന്നെ എക്സ് ക്യൂബ്, അല്ലെ? എക്സ് ക്യൂബും കോമൺ ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ആ കോമൺ ഫാക്ടറിനെ ആദ്യം തന്നെ പുറത്തേക്ക് എടുക്കാലോ, അല്ലെ? ബാക്കിയുള്ള ആൾക്കാരെ മാത്രം എഴുതിയാൽ പോരെ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട്. സോ 16 എക്സ് ക്യൂബ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതേടാ ഇവിടെ ഒരു എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. ആ എക്സ് സ്ക്വയർ ഞാൻ ഇവിടെ എഴുതി. മൈനസ് 144 എക്സ് ക്യൂബില് 16ഉം പോയി എക്സ് ക്യൂബും പോയി, ബാക്കി ദേ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 9 ഉള്ളൂ. അതിനെയും ഞാൻ ഇങ്ങനെ എഴുതി. അപ്പൊ 16 എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 ആയി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഇതുവരെ ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ നിങ്ങള് ഇതുപോലത്തെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്ത് ചെയ്യുക? അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതി വെക്കുക. നമ്പേഴ്സ് ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അതല്ല വേരിയബിൾസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, എക്സ്പോണൻസ് വരുന്ന വേരിയബിൾസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അതിന് ഈ പറഞ്ഞ രീതിയിൽ x⁵5 അല്ലെങ്കിൽ x⁵3 അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതി വെക്കുക. അപ്പൊ അവിടെ ക്ലിയർ ആകും ഏത് രീതിയിൽ നമുക്ക് അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതില്? ഇല്ല. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 16 എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 ആണ്, അല്ലെ? അപ്പൊ ഈ എക്സ് സ്ക്വയർ മൈനസ് 9 എന്നുള്ളത് ഏടാ ഏത് ഫോർമാറ്റിലായി നമുക്ക് കിട്ടി? വീണ്ടും എക്സ് സ്ക്വയർ മൈനസ് 9 എന്നുള്ളത് ഏത് ഫോർമാറ്റിലേക്ക് കിട്ടി? ഏത് ഫോർമാറ്റ് ആണ് സാറേ? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. എക്സ് സ്ക്വയർ മൈനസ് 9 ഏത് ഫോർമാറ്റ് ആയി? അക്മലെ പറയടാ. എക്സ് സ്ക്വയർ മൈനസ് 9 എന്നുള്ളത് നമ്മൾ പഠിച്ച ഏത് ഐഡന്റിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം നമുക്ക്? ഏതൊക്കെ ഐഡന്റിറ്റി പഠിച്ചു നമ്മള്?
സാറേ എല്ലാത്തിനും കൊടുക്കാലും പൊസിഷൻ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്തോ, എല്ലാ ഐഡന്റിറ്റീസും ഒരു 5 ടൈംസ് എഴുതി കാണിച്ചിട്ട് ഒന്ന് ലീവ് ചെയ്താൽ മതി, പഠിച്ചിട്ട് പോയാൽ മതി. അതല്ലേ നല്ലത്? ഓക്കെ, അപ്പൊ എഴുതി പഠിച്ചോ കേട്ടോ. സോ എക്സ് സ്ക്വയർ മൈനസ് 9 എന്നുള്ളത് നമുക്ക് 3 സ്ക്വയറിന് എഴുതി കൂടെ? എഴുതാലോ. സോ 16x³ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആയി അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? യെസ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതായത് ഇവിടെ എയുടെ പൊസിഷനിൽ എക്സ് ആണ്, ബിയുടെ പൊസിഷനിൽ 3 ആണ്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. ക്ലിയർ ആണ് ചെയ്ത കാര്യം? ഓക്കെ ആണല്ലോ? കിട്ടിയില്ല എല്ലാവർക്കും ആൻസർ? കിട്ടിയാ? സോ 16x³ ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. (16x³ ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടാ? എന്തെങ്കിലും ഒന്നുകൂടി ചെയ്ത് നോക്കാട്ടാ. നിങ്ങളെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഇപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞ ഓർഡറിൽ മാത്രമാണ് എഴുതി പോയതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കാണാതെ ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ തന്നെ പഠിച്ചോ കേട്ടാ. എന്തെങ്കിലും ഡൗട്ട്സ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ സാറേ? യെസ്, ആരാണ്? അദ്വൈത്. യെസ്, അദ്വൈത് ചോദിച്ചോളൂ കേട്ടാ. Ma'am, so you know this 16x to the power 5 now. When for that I write 4x to the power 2.5 all square, because 2.5 into 2 will be 5 now. So I just wrote like that. So the answer is like okay, or would it be different? 16x⁵ പകരം 4x raised to 2.5 അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഹോൾ സ്ക്വയർ മൈനസ് 144x³ പകരം 12x to the power 1.5 whole square. 12x to 1.5 the whole square. കുഴപ്പമില്ല, പക്ഷേ നോർമലി നമ്മളങ്ങനെ ഡെസിമല് വരുന്ന രീതിയിൽ എഴുതാറില്ല ഏട്ടാ. നമ്മളൊക്കെ എളുപ്പമാർഗാണ് അല്ലെ? നമ്മൾ ഡെസിമല് വരുന്ന രീതിയിൽ നിങ്ങളിപ്പോ ചെയ്യാറില്ല. അപ്പോ ഈ രീതി തന്നെ ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. ചെയ്താ കിട്ടും, കിട്ടായികൊന്നുമില്ല. ഹോൾ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് തോന്നണില്ല ടീച്ചേഴ്സ് സമ്മതിക്കുന്നുള്ള കാര്യം തോന്നണില്ല കേട്ടാ. അപ്പൊ എന്തായാലും ഈ ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും സ്യൂട്ടബിൾ കേട്ടാ. അങ്ങനെയൊക്കെ ചിന്തിക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ച കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. L plus m the whole square minus L minus m the whole square. സോ സിമ്പിൾ അല്ലേ? അപ്പൊ സാർ ഞാൻ ആർക്കാണ് ചാൻസ് കൊടുക്കേണ്ടത്? ഗേൾസിനാണോ ബോയ്സിനാണോ? ഗേൾസിനല്ലേ? യെസ്, ഗേൾസിനാണ്. യെസ്, നോക്കാം നമുക്ക്. സ്വർണ സംരക്ഷിക്കൂ ഗേൾസിന് വേണ്ടി ഒരു പോയിന്റ് എങ്കിലും അല്ലേ? L plus m the whole square minus L minus m the whole square എന്ത് വരും? എന്തൊക്കെ ഐഡിയാസ് ഉണ്ട് ഇവിടെ? നമുക്ക് 2 മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡ് പറഞ്ഞോ. യെസ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഡയറക്റ്റ് നമുക്ക് മനസ്സിലാകും ഇത് എ സ്ക്വയറിന്റെ പൊസിഷനിലും ഇത് ബി സ്ക്വയറിന്റെ പൊസിഷനിലുമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ? എ എത്രയാണ്? എ L പ്ലസ് എം ആണ് ഇൻറ്റു, ഒന്ന് ആലോചിച്ച് നോക്കുക, എ മാത്രമാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് അല്ലെ?
എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബിയുടെ പൊസിഷനിൽ ആരാണ്? എൽ മൈനസ് എം ആണ്. ഓക്കെ, ദെൻ ഇൻടു അടുത്തത് എ മൈനസ് ബി വേണം, ദാറ്റ് ഈസ് എൽ പ്ലസ് എം ആണ് എയുടെ പൊസിഷനില്, മൈനസ് എൽ മൈനസ് എം എന്ന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ തന്നെ, ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ നിങ്ങൾ അവിടെ എഴുതി വെക്കുക, എ എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് എം ആണ്, ബി എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എം ആണ്. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എയുടെ പൊസിഷനില് എൽ പ്ലസ് എം കൊടുക്കുക, പ്ലസ് ബിയുടെ പൊസിഷനില് എൽ മൈനസ് എം കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണല്ല. ഇൻറ്റു അടുത്തത് ഇതേപോലെ തന്നെ എ മൈനസ് ബി ആണ്, എയുടെ പൊസിഷനില് എൽ പ്ലസ് എം കൊടുക്കുക, മൈനസ് എൽ മൈനസ് എം ആണ്. ദാറ്റ് ഈസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തിടണം? എൽ മൈനസ് എം ഇടണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് കിട്ടിയതിന്റെ ആൻസർ വലിയ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഈസ് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എൽ പ്ലസ് എൽ ഉണ്ട്. എൽ പ്ലസ് എൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ പ്ലസ് എൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യെസ് സാർ, ഒരാളെ അൺമ്യൂട്ട് ചെയ്തേ. മാതേഷ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോടാ. എൽ പ്ലസ് എൽ എൽ പ്ലസ് എൽ എന്താ? പോയി എല്ലാം കൈവിട്ട് പോയി അല്ലേ? എൽ പ്ലസ് എൽ, എക്സ് പ്ലസ് എക്സ്, വൈ പ്ലസ് വൈ. എത്രയാണ്? 12. സംശയമില്ലല്ല. ബോയ്സ് അപ്പൊ വിട്ടുകൊടുക്കൂലെന്നാണ് പറയണ അല്ലേ? 12. എൽ പ്ലസ് എൽ 12 ആണ്. എമ്മും ഉണ്ട് മൈനസ് എമ്മും ഉണ്ട്. 0 ആയി പോകൂലേ? എം മൈനസ് എം എന്ന് പറഞ്ഞാൽ 0 ആയി പോകൂലേ? 0 ആയി പോകും അല്ലെ? അപ്പൊ ഇത് ചെയ്തപ്പോ നമുക്ക് 2L കിട്ടി. ഇനി അടുത്തത് നോക്കിക്കേ, ഇവിടെ എൽ പ്ലസ് എം, ഈ മൈനസ് വെച്ച് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് എൽ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് എം ആയി അല്ലെ? അപ്പൊ നേരത്തെ പോലെ ഇവിടെ എല്ലും ഉണ്ട് മൈനസ് എല്ലും ഉണ്ട്. എൽ മൈനസ് എൽ എന്ന് പറഞ്ഞാൽ 0 ആയി പോവല്ല, സംശയമില്ലല്ല. ബാക്കി പിന്നെ ഇവിടെ എന്താ ഉള്ളത്? എം പ്ലസ് എം ആണ് അല്ലെ? അപ്പോ എൽ പ്ലസ് എൽ 2L ആണെങ്കിൽ സെബ എം പ്ലസ് എം എന്താ? എൽ പ്ലസ് എൽ 2L ആണെങ്കിൽ എം പ്ലസ് എം എൽ പ്ലസ് എൽ 2L ആണ് ഉപദേശി പറഞ്ഞു തന്നു. അങ്ങനെയാണെങ്കിൽ എം പ്ലസ് എം എന്താണ്? 2M ആണോ? എനിക്കറിയില്ല കേട്ടാ. ആണോ? 2M ആണ് അല്ലെ? 2L ഇൻറ്റു 2M എന്ന് കിട്ടി. ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് ആണ് പറഞ്ഞ കാര്യം? അപ്പൊ ദേ ഇവിടെ 2L ഉണ്ട്, 2M ഉണ്ട്. 2 ഇൻറ്റു 2 4 ആണ്. L ഇൻറ്റു M, L M എന്ന് കിട്ടും. ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് വേ കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. ഈ കാണുന്നത് എൽ പ്ലസ് എം ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലല്ലേ? അല്ലെ? അടുത്തത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലല്ലേ? അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എ സ്ക്വയർ ദാറ്റ് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ ആണ്. അതിന്ന് എന്ത് മൈനസ് ചെയ്യണം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ചെയ്യണം. അതായത് മൈനസ് എൽ സ്ക്വയർ ആകും, മൈനസ് ഓഫ് 2LM പ്ലസ് എന്ത് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ. ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ ആൻസർ തന്നെ കിട്ടും. ഏത് രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങളോട് ബൈ യൂസിങ് ദ ഐഡന്റിറ്റി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് തന്നെ പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മെത്തേഡ് തന്നെ ചെയ്യണം. അതർവൈസ് യു ക്യാൻ യൂസ് ദ എ പ്ലസ് ബി the whole square and a minus b the whole square identity to solve this question. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡ് മാത്രം പറയുന്നുള്ളൂ. കാരണം എന്താണ്? എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇവിടെ ജസ്റ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. സോ എയുടെ പൊസിഷനിൽ ആരാണെന്ന് എഴുതി വെക്കുക, ബിയുടെ പൊസിഷനിൽ ആരാണെന്ന് എഴുതി വെക്കുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഐഡന്റിറ്റിയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ആണല്ലോ? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനില്? മിത ഡൗട്ട് ഉണ്ടോ? മിത ഫർഹ
ആരാ കേക്കുന്നുണ്ടാവല്ലതും? ഇതെന്താ വെക്കില്ലാതൊക്കെ ഇരിക്കണത്? പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 9x square y square minus 16. 9x square y square minus 16. 9x square y square minus 16. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കട്ടെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ അല്ലേ? സാറേ പോയിന്റ് നില ഇപ്പൊ എങ്ങനെയാണ്? സാറ് പോയിന്റ് തെറ്റിച്ച സാറിന് പണിഷ്മെന്റ് 2 ആണോ മക്കളെ? ഇവാന 1+1 ഗേൾസ് 1+1. ഓ 2. സാറ് രക്ഷപ്പെട്ടു. ഇമ്പോസിഷൻ ഇന്ന് സാറ് രക്ഷപ്പെട്ടു മക്കളെ. അല്ലെ സാറിന് കൊടുക്കുമായിരുന്നു ഞാനിപ്പോ ഒരു 100 ടൈംസ്. അങ്ങനെ പാടില്ലല്ലോ അല്ലേ? അതാണ് ഇന്ന് നോക്കാനില്ല. 9x square y square minus 16. 9x square y square minus 16 ആണ്. യെസ്, ഇതാര് പറയും? ശ്രീനന്ദൻ പറയും എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. സാർ ഫുൾ കോൺഫിഡന്റ് ആണ്. ശ്രീനന്ദ 9x square y square minus 16 എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റിലാണ് മോനെ? a square plus b square എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഏതാണ്? രക്ഷയുണ്ടാ? ഇല്ല, രക്ഷയില്ലെന്ന് അവൻ തന്നെ പറയുന്നു. സാറേ ഇപ്പൊ ഒരു ഇമ്പോസിഷൻ എഴുതി വെച്ചോ. അപ്പൊ ലാസ്റ്റ് ഇമ്പോസിഷൻ എഴുതി കാണിച്ചിട്ട് പോയാ മതിട്ടെന്ന്. ഇക്വേഷൻ പഠിക്കാത്തവരൊക്കെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. ഞാനിവിടെ എത്ര നേരം വേണമെങ്കിലും നിന്നോളാം, കുഴപ്പമില്ല. നാളെ രാവിലെ പൊക്കോളാം. അതെ, ബ്രേക്കിൽ ഇരുന്ന് ഇമ്പോസിഷൻ എഴുതിയാൽ കുറച്ച് നേരത്തെ വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ 9 ക്വസ്റ്റ്യൻ വായിക്കണം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ ഒരു സംസാരം അവിടെ ഇരുന്നിട്ട്. അനിയത്തിയുമായി എന്താണ് ഇത്ര തന്നെയാണ് a square minus b square ഫോം ആണ് അല്ലെ? കാരണം ഇത് a square ഫോർമാറ്റിലും ഇത് b square ഫോർമാറ്റിലുമാണ്. ശരിയല്ലേ? അപ്പൊ a square 9x square y square ആണ് എന്ന് പറഞ്ഞാൽ a എന്തായിരിക്കും? 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ് അല്ലെ? x എന്ന് പറഞ്ഞാൽ x-ന്റെ സ്ക്വയർ ആണ്. സോറി, x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x-ന്റെ സ്ക്വയർ ആണ്. y സ്ക്വയർ എന്ന് പറഞ്ഞാൽ y-ന്റെ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? a is equal to 3xy എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലെ? സെയിം രീതിയിൽ തന്നെ നമുക്ക് b സ്ക്വയർ എടുക്കാം. b സ്ക്വയർ 16 ആണ്. അപ്പൊ b എന്തായിരിക്കും? 4 into 4 16 ആയിരിക്കും. സോ b is equal to 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് a plus b into a minus b അല്ലെ? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് വെച്ചാൽ a plus b into a minus b ആണ്. സോ എയുടെ പൊസിഷനിൽ 3xy ആണ് പ്ലസ് 4 into 3xy minus 4 എന്ന് കിട്ടും. 3xy plus 4 into 3xy minus 4 എന്ന് കിട്ടും. എത്ര പേർക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി നോക്കട്ടെ? കിട്ടിയൊരു ആൻസർ കളിച്ച് നോക്കട്ടെ. യെസ്, എത്ര പേർക്ക് ഇതിന്റെ ആൻസർ കിട്ടി? ദേവക് കിട്ടി? യെസ്, മിടുക്കൻ. റോഹിൻ യെസ്, ഓക്കെ. ആന്റോണിയോ കിട്ടിയില്ലേ? ആന്റോണിയോ എന്ത് പറ്റി? മുമ്പ് ആന്റോണിയോ ഭയങ്കര അല്ലെ? രക്ഷയില്ലേ? കൈവിട്ടു പോയാ? അല്ല, രക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ പറ്റണം അല്ലേ? ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഈ ചാപ്റ്ററിലതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് കിട്ടും, പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ വരെയും എല്ലാ ആൻസറും തെറ്റിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യണം. എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ എല്ലാവരും വേഗം പോയിട്ട് വേഗം തിരിച്ചു വായും. വേഗം പോവാ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിതാ റെഡി ആയാ? സെറ്റ് ആയാ? ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക് ആയി? യെസ് ആയി. മിഥുനെയൊക്കെ ഒന്ന് സംസാരിപ്പിക്കണല്ലോ സാർ, എന്തെങ്കിലും വഴിയുണ്ടാ? ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാ ആ ഒരു ആൻസർ മാത്രമേ പറയുള്ളൂ. അങ്ങനത്തെ നല്ല കുട്ടിയാണ് എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്കത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ പറയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാട്ടോ എല്ലാവരും. ഇന്നിപ്പോ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പാണ് അല്ലെ? നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഐഡന്റിറ്റീസ് ഒക്കെ ആണെങ്കിൽ പോലും ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പോ നിങ്ങൾ ഇത് നന്നായി ചെയ്ത് പഠിച്ചാലല്ലേ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ.
ശരിയല്ലേ? അപ്പൊ അതെല്ലാവരും കൃത്യമായിട്ട് ചെയ്യാട്ടോ. ഓക്കെ, എന്താണ് മഹാദേവേ, എന്തൊരു ക്വസ്റ്റ്യൻ? മഹാദേവ് എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോടാ. ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളത് ആദ്യം ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. സോ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ. അപ്പോ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ, എനിക്ക് അറിയേണ്ടത് ആദ്യം ഇതിനെ നമുക്ക് ഏത് ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഈ തന്നിരിക്കുന്ന ഞാനിപ്പോ എഴുതിയിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഇതിനെ ഏത് ഫോമിലേക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും, ഒറ്റയടിക്ക് പറയാൻ പറ്റണം. അത്ര എളുപ്പമുള്ള കാര്യമാണ്. യെസ്, അക്ഷജ് പറയാന്ന് പറയുന്നുണ്ട്. സോ അക്ഷജ് അൺമ്യൂട്ട് ചെയ്യടാ. എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? a minus b square. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. a മൈനസ് ബി സ്ക്വയർ എന്നല്ല, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അതായത് ഇവിടെ എയുടെ പൊസിഷനിൽ എക്സ് ആണ്, ബിയുടെ പൊസിഷനിൽ വൈ ആണ്. സോ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ അല്ലേ നമുക്ക് ഈ കിടക്കുന്ന ഫസ്റ്റ് ടേം എന്നുള്ളത്? സെറ്റ് ആണോ? എല്ലാവർക്കും കിട്ടിയാ? ഓക്കെ ആണല്ല? അപ്പൊ നമ്മൾ ഫസ്റ്റ് നമുക്ക് കാണുമ്പോ തന്നെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് എന്ന് എഴുതാം അല്ലേ? ജോയൽ കുട്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുവാണ്, 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയറിന് പകരം ഇതിന് പകരം എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി, മൈനസ് സെഡ് സ്ക്വയർ എന്ന് എഴുതി അല്ലേ? അപ്പോ ഇതിപ്പോ തിരിച്ച് ഏത് ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തി? എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ല, ഇത് ഇപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, ശരി അല്ലെ? ഫസ്റ്റ് ഞാൻ എഴുതിയ ആ ഒരു ടേം എന്ന് പറഞ്ഞ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. അതാണല്ലോ നമ്മൾ ഇവിടെ കൊണ്ട് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ടേമിന് പകരം അല്ലെ, ആ ഇക്വേഷനിൽ ആ ഒരു ടേമിന് പകരം ഞാൻ എന്ത് എഴുതി? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി എന്റെ ചോദ്യം ഇതാണ്, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? 3 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, 5 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, 8 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഫോർമാണത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ്? അതെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ എയുടെ പൊസിഷനില് ആരാണ്? എക്സ് മൈനസ് വൈ ആണ് അല്ലെ? ബിയുടെ പൊസിഷനിൽ ആരാണ്? സെഡ് ആണ്. അപ്പൊ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എന്നറിയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് അറിയാം അല്ലെ? സോ ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ ആണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പ്ലസ് സെഡ് ആയി അല്ലെ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എക്സ് മൈനസ് വൈ ആണ്, മൈനസ് സെഡ് ആണ്. സോ എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. ചെയ്തത് ക്ലിയർ ആണോ? അപ്പൊ 2 ഐഡന്റിറ്റീസ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കാട്ടോ, ഏതൊക്കെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു പോകുമ്പോ ഒരു ഓർഡറിൽ അങ്ങോട്ട് കിട്ടും, പക്ഷേ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ്. സോ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അതിനെ ഞാൻ എങ്ങനെ എഴുതി? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി, മൈനസ് സെഡ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്കത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിൽ എത്തി അല്ലെ? അതാണ് നിങ്ങളവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെറുതെ അല്ല, ആ ഒരു പോയിന്റ് നിങ്ങളവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിലായാൽ എ എന്താണ് ബി എന്താണെന്ന് എഴുതി വെച്ചാൽ പോരെ. അപ്പൊ എ പ്ലസ് ബി എഴുതാം, എ മൈനസ് ബി എഴുതാം. വേദ കിട്ടിയാ? ഓക്കെ ആണല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനില്? കൊച്ചുത്രേസ്യ കിട്ടിയാടാ? തല ഇങ്ങനെ 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 പോണത്, അനക്കണില്ല, അനക്കണോ അനക്കണ്ടേ? അനക്കെങ്കിലും ചോദിച്ചാലോ അല്ലേ? എന്താണല്ലേ നിങ്ങളുടെയൊക്കെ ഒരു
ഉള്ളിലുണ്ടാവണ ആ ഒരു അല്ലെ, ചോദിച്ചാ പണിവാളി, ചോദിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, എന്ത് വേണമെങ്കിലും ആവാം. യെസ്, കാർത്തികിന് എന്താണ് ഡൗട്ട്? കാർത്തികേ ചോദിക്കടാ. അപ്പൊ എയില് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ആകെ 2 ഡിജിറ്റ് അല്ലേ ഒരു ബ്രാക്കറ്റിൽ മൂന്ന് ഡിജിറ്റ് ഉണ്ടല്ല വേരിയബിൾ എക്സ് വൈ ഈസ് മൂന്ന് ടേംസ് ഉണ്ടല്ല. 3 ടേംസ് ബ്രാക്കറ്റിൽ വന്നാല് അല്ല 3 ടേംസ് ഉണ്ടല്ല, പക്ഷെ ഫോർമുലയില് 2 അല്ലേ കാണിക്കണുള്ളൂ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. മനസ്സിലായില്ല. അതായത് എ പ്ലസ് എടാ എ കിട്ടണ അനുസരിച്ചല്ലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എ എക്സ് മൈനസ് വൈ ആണെങ്കിൽ എക്സ് മൈനസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ ചിഹ്നങ്ങൾ മാറിപ്പോകൂലേ? ഇല്ല, എക്ക് പകരമല്ലേ ഞാൻ എക്സ് മൈനസ് വൈ കൊടുക്കണത്, ബിക്ക് പകരമാണ് സെറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് മാത്രം സൈൻ വ്യത്യാസം വരുത്തിയാൽ മതി. അതിന്റെ ആവശ്യമൊന്നുമില്ല. എ എന്താന്നുള്ളതാണ് കൊടുക്കുന്നത്, ബി എന്താന്നുള്ളതാ കൊടുക്കുന്നത് കേട്ടാ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. എത്ര പേര് തനിയെ ചെയ്യുന്ന എനിക്ക് പറയണം അല്ലെ. 25a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ പ്ലസ് 28bc മൈനസ് 49c സ്ക്വയർ. ആൻഡ് എന്താണ് ഇവിടെ ഉണ്ടാ? ഇവിടെ കഴിഞ്ഞ കേൾക്കാൻ കാത്തിരിക്കണ ഞാൻ ചോദിക്കാനായിട്ട്. മാനുവൽ രക്ഷയുണ്ടാ? എടാ ഈ ക്വസ്റ്റ്യനില് ഞാൻ പറഞ്ഞു നിങ്ങളോട് ആദ്യമേ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. ഇവിടെ 4 ടേംസ് വന്നിട്ടുണ്ട് അല്ലെ. 4 ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ പറ്റില്ല അല്ലെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനോ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനോ അല്ല നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ശരിയല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അപ്പോ ഇവിടെ ചെയ്യാനായിട്ട് വേറെ എന്തോ ഒരു ചെറിയൊരു പഴുത് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വന്ന് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ചെയ്യുക. നിങ്ങൾ അതിന്റെ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുക അല്ലെ. ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഇതിനെ ക്ലബ് ചെയ്യാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ക്ലബ് ചെയ്യാൻ ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്. ശരിയല്ലേ? ഫസ്റ്റ് ടേമില് എയുടെ ടേം ആണ്, സെക്കൻഡ് ടേം ബിയുടെ ടേം ആണ്. ഓക്കെ, അതേപോലെ ഫസ്റ്റ് ടേമില് 5 into 5 ആണ്, 4 എന്ന് പറയുന്നത് 2 into 2 ആണ്. അപ്പോ എന്തായാലും നമുക്ക് അവരെ തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കോമൺ ആയിട്ട് ഒരാൾ പോലും അവിടെ വരണില്ല. അപ്പൊ നമുക്ക് ആ ഒരു വേ പോസിബിൾ അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇനി ഇതിനെ നമുക്ക് ഏതെങ്കിലും എക്സ്പാൻഷന്റെ ഫോമിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? അതാണ് നമുക്ക് ഇനി ഇവിടെ ചെയ്യാനുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോ ചിലപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ദാറ്റ് ഈസ് ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ സി സ്ക്വയർ ഉണ്ട്, അതേപോലെ നടുക്കതേ 28bc ഉണ്ട്, ബിയും സിയും കൂടി ചേർന്ന് വരുന്നുണ്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? ബി സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ ഉണ്ട്, ബിയും സിയും ചേർന്ന് വരുന്ന മറ്റൊരു ടേം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഐഡന്റിറ്റി ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഏതായിരിക്കും? യെസ് സാറേ, ആരാണ് പറയുന്നത്? ആൻ തന്നെ പറഞ്ഞു. ബി സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ ഉണ്ട്, ബിയും സിയും ചേർന്നൊരു ടേം ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഐഡന്റിറ്റീസ് യൂസ് ചെയ്യാം?
A square minus B square. നടക്കൂല. ഏതാ? ഞാൻ മുഖത്ത് നോക്കി പറയും നടക്കൂല എന്ന് അല്ലേ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി ഇവിടെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബി സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്, സി സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്, ബി ഇൻറ്റു സി എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഒന്നില്ലെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആയിരിക്കില്ലേ അല്ലെ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആക്കാം, അല്ലെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആകാം. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സൈനിന്റെ ചെറിയ പ്രശ്നം നിങ്ങൾക്ക് തോന്നണ്ട അങ്ങനെ തോന്നണ്ട. അതായത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് ഒരെണ്ണം നമുക്ക് അറിയാവുന്നത്. അടുത്തത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ ദേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഇവിടെ ഒരു മൈനസിന്റെ പ്രശ്നം കണ്ട നിങ്ങള്. സി സ്ക്വയറിന്റെ തൊട്ട് മുന്നായിട്ടാണ് എന്ത് വരുന്നത്, മൈനസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് നിൽക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മൈനസിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ആ മൈനസിനെ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ മൈനസ് പുറത്തേക്ക് വന്ന് കഴിയുമ്പോ എന്താകും, ദാറ്റ് ഈസ് ഇതിനെ തന്നെ ഞാൻ റീറൈറ്റ് ചെയ്യാണ് 25a സ്ക്വയർ എന്നായി. ഓക്കെ, മൈനസ് ഞാൻ ഈ പറയുന്ന 3 ടേംസിൽ നിന്നും മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതേടെ ഫസ്റ്റ് ടേമിൽ നിന്ന് മൈനസ് പോയി അല്ലേ. സെക്കൻഡ് ടേം ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്താലല്ലേ പോസിറ്റീവ് കിട്ടുള്ളൂ അല്ലെ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ചെയ്താൽ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ -28bc എന്ന് എഴുതാം. ഇവിടെ നിന്നൊരു മൈനസ് ഞാൻ ഔട്ട്സൈഡ് എടുത്തു, ദാറ്റ് ഈസ് ഇവിടെയും പ്ലസ് ആയി. സോ ഇതിനെ 49c സ്ക്വയർ എന്ന് എഴുതാം. ശ്രദ്ധിച്ച് ചെയ്യാ, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടേംസിൽ ഏതെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അല്ലെ. അപ്പൊ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് ടേംസിനൊന്നും ക്ലബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്തൊരു മാർഗത്തിലേക്ക് പോകും, ദാറ്റ് ഈസ് ഏതെങ്കിലും ഐഡന്റിറ്റി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 4b സ്ക്വയർ ഉണ്ട്, 49c സ്ക്വയർ ഉണ്ട്, 28bc ഉണ്ട്. 4b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2bയുടെ സ്ക്വയർ ആണ്. 49c സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7cയുടെ സ്ക്വയർ ആണ്. ഇനി അതുവരെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 7 × 2 × b × c എന്ന് പറഞ്ഞാൽ 14 × 28bc കിട്ടും. അതായത് ഒന്നില്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കാം അവിടെ വരുന്നത്, ഓർ എൽസ് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കാം വരുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്മുടെ 2 ഐഡന്റിറ്റിയുടെ ഫോമിലും ഒരു സൈൻ വരുന്നില്ല. അപ്പോഴാണ് മൈനസിന്റെ പ്രശ്നമാണ്. എവിടെ നിങ്ങൾക്ക് മൈനസിന്റെ പ്രശ്നം തോന്നിയാലും ആ മൈനസ് നിങ്ങൾ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, അപ്പൊ മൈനസ് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് വന്നാൽ ബാക്കി ഇവിടെ ആരൊക്കെയുണ്ട് ബാക്കി നോക്കിയടാ. ഒരു നെഗറ്റീവ് ഉള്ളിടത്തൊക്കെ പോസിറ്റീവ് ആകും, പോസിറ്റീവ് ഉള്ളിടത്തൊക്കെ നെഗറ്റീവ് ആകും. അങ്ങനെ പഠിച്ചു വെക്കാൻ കുഴപ്പമില്ലല്ലോ അല്ലെ. അതായത് നെഗറ്റീവ് ഔട്ട്സൈഡ് എടുക്കാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരുന്നിടത്തൊക്കെ പോസിറ്റീവ് ആകും, പോസിറ്റീവ് വരുന്നിടത്തൊക്കെ നെഗറ്റീവ് ആകും. അപ്പൊ അതേ -4b സ്ക്വയർ ആയിരുന്നു, അപ്പൊ നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ് ആയി. അടുത്തത് +28bc ആയിരുന്നു, പ്ലസ് ആയതുകൊണ്ട് അവിടെ മൈനസ് ആയി, മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആയി. ഇങ്ങനെ ഓർത്തിരിക്കാൻ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 4b സ്ക്വയർ ദാറ്റ് ഈസ് 2bയുടെ സ്ക്വയർ ആണ്. 49c സ്ക്വയർ 7cയുടെ സ്ക്വയർ ആണ്. 2 × 2 × 7 × b × c ആണ് എന്തെന്ന് പറയുന്നത് 28bc എന്ന് പറയുന്നത്. അപ്പോ നമുക്കത് ഇങ്ങനെ എഴുതിക്കൂടെ ഇതിനാ. യെസ്, ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 25a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ മൈനസ് 28bc പ്ലസ് 49c സ്ക്വയറിന് പകരമാണ് നമ്മൾ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പോകുന്നത്, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പോ ഇവിടെ എയുടെ പൊസിഷനിൽ 2b ആണ്, ബിയുടെ പൊസിഷനിൽ 7c ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2b മൈനസ് 7c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഉണ്ട് എല്ലാവരും സാർ ഇവിടെ ഉണ്ടല്ലോ അല്ലെ. സോ 25a സ്ക്വയർ മൈനസ്
ബ്രാക്കറ്റില് 2b മൈനസ് 7c ദ ഹോൾ സ്ക്വയർ. സെറ്റ് ആണോ? നിങ്ങൾക്ക് ചെയ്യാനുള്ള ഐഡിയ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഇതിപ്പോ തന്നെ പഠിച്ചു എന്നല്ലേ ഞാൻ ചോദിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ കാര്യം മനസ്സിലാവണുണ്ടോ? ഇത് മക്കൾ ചെയ്ത് പഠിച്ചു തന്നെ കിട്ടുള്ളൂ കേട്ടാ. നിങ്ങൾ 1 തവണ 2 തവണ 3 തവണ മാക്സിമം നിങ്ങൾക്കത് ബൈഹാർട്ട് ആകുന്നവരെ നിങ്ങൾ എന്ത് ബൈഹാർട്ട് അല്ല, നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് ബൈഹാർട്ട് ആവുന്നവരെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഇവിടെ ഇത്രയും വരെ എത്തിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതേ ഇവിടെ ഒരു സ്ക്വയറിന്റെ ടേം, വീണ്ടും ഒരു സ്ക്വയറിന്റെ ടേം. അപ്പൊ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. ഇതിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ശരിയല്ലേ? കാതറിനെ ഇവിടെ ഒരു സ്ക്വയറിന്റെ ടേം ഉണ്ട്, ഇവിടെയും ഒരു സ്ക്വയറിന്റെ ടേം ഉണ്ട്. അപ്പൊ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നു മനസ്സിലായി. ദാറ്റ് ഈസ് ഇതിനെ ഞാൻ എഴുതുവാണ് 5a ദ ഹോൾ സ്ക്വയർ എന്ന്. ഇതിന് സെയിം തന്നെ 2b മൈനസ് 7c ദ ഹോൾ സ്ക്വയർ എന്ന്. അപ്പൊ മക്കൾ നോക്കുമ്പോ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് മിന്നിയും കത്തുന്നുണ്ടാവും. ഇത് a സ്ക്വയർ ഫോർമാറ്റിലും ഇത് b സ്ക്വയർ ഫോർമാറ്റിലുമാണ് അല്ലെ. അപ്പൊ a സ്ക്വയർ മൈനസ് b സ്ക്വയർ തിരിച്ച് നമുക്ക് നമ്മുടെ മറ്റേ ഐഡന്റിറ്റിയിലേക്ക് വരാം അല്ലെ. ദാറ്റ് ഈസ് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. പക്ഷെ പ്രശ്നം എയും ബിയും എന്താണ്? a എന്ന് പറഞ്ഞാൽ 5a ആണ്, b എന്ന് പറഞ്ഞാൽ 2b മൈനസ് 7c ആണ്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയാലേ ഈ ഐഡന്റിറ്റിയിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. a is equal to 5a, b is equal to 2b minus 7c. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണ് a plus b into a minus b. That is a plus b എന്ന് പറയുമ്പോൾ എന്ത് വരും? 5a plus b എന്ന് പറഞ്ഞാൽ 2b minus 7c അല്ലേ? പ്രശ്നമില്ല. പ്ലസ് വരുന്നോട് നമുക്ക് ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് 5a എഴുതി 2b minus 7cയും ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്താ വരുന്നത്? 5a minus 2b minus 7c. ആ ഒരു ടേം മൈനസ് വന്നാൽ ആ ഒരു ടേം നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ ആൻസർ തെറ്റും കേട്ടാ. അപ്പൊ വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തൊന്ന് എഴുതിയേക്കാം. ദാറ്റ് ഇസ് 5a plus 2b minus 7c into 5a മൈനസ് 2b. മൈനസ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നെഗറ്റീവ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ ഇവിടെ പോസിറ്റീവ് ആയോടത്തൊക്കെ നെഗറ്റീവ് ആകും, നെഗറ്റീവ് ആയോടത്തൊക്കെ പോസിറ്റീവ് ആകും. നമ്മൾ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെ അല്ലെ. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയി, ഇവിടെ എന്താകും? പോസിറ്റീവ് ആകും. ഇതായിരിക്കും ഇവിടത്തെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കയ്യില്? ചെയ്ത സ്റ്റെപ്പുകള് ബുമ്മറോ ഡിവിന് ഇരുന്ന് ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ അല്ലെ? ബുമ്മറൊക്കെ കളിക്കണ്ട, അല്ലെങ്കിൽ മറ്റേ സ്ഥലം ചമ്മച്ചല്ലമാണോ കളിക്കുന്നത്? എന്തൊക്കെയോ കളിക്കണ്ട്. കിട്ടിന്നാണോ പറഞ്ഞത്? കിട്ടിയതിന്റെ സന്തോഷമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് തനിയെ കിട്ടുമ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓ എനിക്ക് കിട്ടി അല്ലേ? അങ്ങനത്തെ സാധനമൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടാ? ഉണ്ട്, കുറച്ച് പേർക്കൊക്കെ ഉണ്ടാവും. തനിയെ ചെയ്ത് നോക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. യെസ്, എനിക്ക് കിട്ടി എന്നുള്ളൊരു സംഭവം വരും. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിയേ, വേഗാവട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഞാൻ ഇതിനകത്ത് ചെയ്ത സ്റ്റെപ്പുകൾ എന്താന്ന് ഇപ്പൊ ഒന്നുകൂടി ചോദിക്കൂ കേട്ടാ. ഒന്നുകൂടി എന്തൊക്കെ സ്റ്റെപ്പാണ്, ഏത് ഓർഡറിലാണ് നമ്മൾ ചെയ്തു പോയെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ സാറേ എനിക്ക് വേഗം ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്ത് തരണം. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിനകത്ത് 25a സ്ക്വയർ മൈനസ് 4b സ്ക്വയർ പ്ലസ് 28bc മൈനസ് 49c സ്ക്വയർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ശ്രേയ, ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്താണ് മോളെ? 45 ഉറക്കത്തിലാണല്ലേ? 25a സ്ക്വയർ നമ്മൾ ചെയ്ത കാര്യം എന്താന്നാ ചോദിക്കുന്നത്? ഏതോ എങ്ങനെയാ ചെയ്തു പോയത്? ഇവിടെ പറഞ്ഞോ? ആ നോട്ട് നോക്കിയിട്ട് പറഞ്ഞേ.
അതെന്താ എഴുതാഞ്ഞത്? നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് എന്തായി? എന്റെ ഐഡന്റിറ്റിയുടെ ഫോമിലേക്ക് അതിനെ കിട്ടി. a² മൈനസ് 2ab പ്ലസ് b² എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ ഫോമിൽ തന്നെ എനിക്കതിനെ കിട്ടി. സെറ്റ് ആണല്ലോ. പിന്നെ നമ്മൾ ചെയ്ത കാര്യമാണ് എന്ത്? ഐഡന്റിറ്റിയുടെ ഫോമിൽ കിട്ടിയത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമാണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആണ്. അപ്പോ ഇത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും a എന്ന് പറഞ്ഞാൽ 2b ആണ്, അതേപോലെ b എന്ന് പറഞ്ഞാൽ 7c ആണെന്ന് കിട്ടും. ആ 2b മൈനസ് 7c അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 2b മൈനസ് 7c ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അറ്റ് ദ സെയിം ടൈം 5a² നമ്മൾ ഇതിനെ കൂടി എഴുതി. അപ്പൊ അതേ തിരിച്ച് ഏത് ഫോർമാറ്റിലേക്ക് വീണ്ടും എത്തി? a² മൈനസ് b² അല്ലെ? a² മൈനസ് b² എന്ന് വെച്ചാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. അപ്പോ a എന്ന് പറഞ്ഞാൽ 5a ആണ്, b എന്ന് പറഞ്ഞാൽ 2b മൈനസ് 7c ആണ്. അപ്പോ നമ്മുടെ ഇക്വേഷനിൽ, അതായത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബിയില് എയുടെ പൊസിഷനിൽ എന്ത് ചെയ്യുക? 5a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയുടെ പൊസിഷനിൽ എന്ത് ചെയ്യുക? 2b മൈനസ് 7c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5a പ്ലസ് 2b മൈനസ് 7c ഇൻറ്റു 5a മൈനസ് 2b മൈനസ് 7c. ഇത് നിങ്ങളൊരു 2-3 ടൈംസ് എന്തായാലും നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ എഴുതി പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഫ്ലോയിൽ കിട്ടൂല. നിങ്ങളുടെ പ്രശ്നമല്ല, ആ ക്വസ്റ്റ്യൻസ് കുറച്ച് ആ ഒരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ ആ ലെവലിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ തനിയെ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാക്ടറൈസേഷന്റെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നെക്സ്റ്റ് ഡേ, അതായത് നാളെയും നമുക്ക് മാത്സ് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും ഇത് പഠിച്ച് ആഴ്ചയിൽ 4 ദിവസം മാത്സ് വരുന്നുണ്ട്. ഒരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലേ നിങ്ങൾക്ക്? അല്ലെ? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്തായാലും നിങ്ങൾക്ക് ഡിസംബറിൽ പോർഷൻ തീർത്ത് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യാതെ നിവർത്തിയില്ല. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പൊ റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു എക്സാം മോഡിലേക്ക് നമുക്ക് വരണം എന്തായാലും കേട്ടോ. അപ്പോ എല്ലാവരും വേഗം പാരന്റ്സിനെയൊക്കെ വിളിച്ചെടുത്തിരുത്തിക്കോ, എക്സാമിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി എക്സാമിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം.